സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂരിലെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ ഒരു വലിയ ഫുട്ബോൾ മത്സരം നടക്കാൻ പോകുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം നമുക്ക് ഗാലറിയിലും കാണാം. ഗാലറിയിൽ പ്രായഭേദമന്യേ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇതാ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നേരത്തെ തന്നെ വന്നു. ഞങ്ങൾ കളിക്ക് മുമ്പേ ഒരുപാട് നേരത്തെ വന്നല്ലോ. കളിക്ക് മുമ്പേ ഒരുപാട് നേരത്തെ തന്നെ വന്നല്ലോ. നമ്മൾ അരമണിക്കൂർ മുമ്പ് വന്നു. അരമണിക്കൂറായി വന്നിട്ട്. എങ്ങനെയുണ്ട് മൊത്തത്തില്? നല്ല കുറെ കാലം കൂടി കാണുന്നല്ലേ, വ്യത്യാസമുണ്ട്. നേരത്തെ ഇവിടെ ഒന്ന് കളി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ വന്നതന്നെ അതിൽ നല്ലൊരു ഇതുണ്ട്. സ്ഥിരം കാണുന്ന തന്നെ അതിലൊരു ഇതുണ്ട്, വ്യത്യാസമുണ്ട്. ഗ്രൗണ്ടും ഇതെല്ലാം ആയിട്ട് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട്. മൊത്തത്തിലൊരു ലുക്കുണ്ട്. നല്ലൊരു മാറ്റമുണ്ട്. എങ്ങനെയുണ്ട് കളി? സാറേ, മാറ്റങ്ങൾ എന്നും കൂടി വരണം. ഈ ഗ്രൗണ്ട് ഈ സൈഡ് ഇത് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് അങ്ങ് മാറണം. അതിൽ അടിപൊളിയായിട്ട് ഉണ്ടായി വരണം. ഭയങ്കര ഹാപ്പി ആണല്ലോ. ഒന്ന് കളി കാണാൻ കണക്കായിട്ട് വന്നതാണ്. ആരാ ജയിക്കുക? കണ്ണൂർ പോലീസ് ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഫുൾ കോൺഫിഡൻസിലാണ്. അതെ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഗ്രൗണ്ട് കംപ്ലീറ്റ് വളരെ കണ്ടീഷൻ ആയിട്ടുണ്ട്. പെയിന്റിനെ കൊണ്ട് മറിമായം നടത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടാണെങ്കിൽ പുല്ല് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നിലനിന്ന് പോയാൽ നന്നായിരിക്കും. ഇതിന് നിലനിന്ന് പോകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സിറിയുടെ കളി കാണുമ്പോൾ ഗ്രൗണ്ട് ഇന്ന് ഇങ്ങനെ കാണും. പിന്നെ ഈ കളിയെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടെല്ലാം ഉണങ്ങി പിടിച്ച് അതൊന്ന് ശ്രദ്ധിക്കും. വരുമ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവും നമ്മൾ വിചാരിക്കാം. വിചാരിക്കുന്നുണ്ട്. കണ്ണൂർ എങ്ങനെ ടീം? കണ്ണൂർ ടീമല്ലേ നല്ലത്. അത് നമ്മൾ കണ്ണൂരിനോട് സപ്പോർട്ട് ചെയ്യണമല്ലോ പ്രത്യേകമായിട്ട്. നമ്മളെ നാടല്ലേ? നമ്മളെ നാടാണ്. അതെ. ഹാപ്പി ആണല്ലോ. നേരത്തെ പോകുന്നല്ലോ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു മത്സരം കാണാൻ ഇടവരുന്നത്. വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ണൂര് ശരിയാ. കാണുന്നതിനാണ്ടും വലിയ ഗംഭീര കളി നമ്മളിവിടെ കണ്ടുപോയതാ നേരത്തെ. അത് ശരിയാ. അന്നത്തെ ഒരു ആവേശം ഉണ്ടല്ലേ? രണ്ടാമതൊരു ആവേശം കൂടിയിട്ടുണ്ട്. എന്തോ പറയണ്ട്. അല്ലല്ല, ഞാൻ എവിടുന്ന് അങ്ങ് പോയതോണ്ടാ. അതായത് തുണിയില്ലേ, തുണി ചുരുട്ടി ചരട് കൊണ്ട് കെട്ടി ബോള് കളിക്കുന്ന കാലത്ത് 65 ഇയേഴ്സ് എഗോ 65 കൊല്ലത്തോളായി ഇരുന്ന് കളി കാണുന്നു. അന്നേരം ഇവിടെ ശൂന്യമായ ഒരു അന്തരീക്ഷം. അങ്ങനെ ആവേശത്തിൽ, അതായത് ഫുട്ബോളിനോടും കലയോടും എല്ലാത്തിനോടുമുള്ള ആവേശത്തിൽ ഗൾഫിൽ പോയാലും ഇവിടെ വന്ന് കളിയുണ്ടെങ്കിൽ കാണാനുള്ളൊരു വല്ലൊരു ആവേശം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഫ്ലൈറ്റ് പിടിച്ചു വന്ന് കളി കാണാൻ വേണ്ടി വരുന്ന അല്ലാണ്ട് നിങ്ങളെന്താ പറയുന്നതിന്റെ അർത്ഥം? അതാണ് നമ്മളിത്. ആടുന്നും കാണും. അവിടെയുണ്ടല്ലോ ഈ കളിയല്ലോ. അവിടെയെല്ലാം നമ്മൾ ഇമാതിരി സ്റ്റേഡിയങ്ങളെല്ലാം ഇതിനേക്കാളും വലിയ സ്റ്റേഡിയങ്ങളെല്ലാം കണ്ടിട്ട് കണ്ണഞ്ചിപ്പിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ പറഞ്ഞ് ഇതുങ്ങളെങ്ങനെ കളിച്ചാൽ പറ്റൂല, ഇവിടെ അതിമനോഹരമായ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കണം നിങ്ങൾ. കേട്ടോ, എത്രയോ പൈസക്കാർ ഇവിടെ വന്ന് ഇവർ നമ്മൾ ലീസിന് അങ്ങനെതാ ഇങ്ങനെതാ നമ്മളുണ്ടാക്കും സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് എന്തേ, ആര് കേൾക്കാൻ, ആര് പറയാൻ? അങ്ങനെ കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിയുടെ നടന്നിട്ടില്ല. ലീഗെല്ലാം നിന്നുപോയി. അതിന് ശേഷം നായനാർ കപ്പെല്ലാം കണ്ട് കരുണാകരൻ കപ്പ് വന്ന് അത് നടന്നില്ല. അതിന് ശേഷമാണ് ഒരു ആവേശകരമായ മത്സരം കാണാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഒരുക്കുന്നത്. അത് ഇത് ഈ കമ്പനി എന്താ കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരള കണ്ണൂർ വാരിയേഴ്സ്. അങ്ങനെയാണ് ഈ നമ്മളെന്ത് ചെയ്ത് ആവേശത്തോടു കൂടിയുടെ ഈ 80ാമത്തെ വയസ്സിലും നമ്മൾ 80 ഒരു പ്രായമല്ല എല്ലാം പറയാ. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ എന്ന് പറയും നമ്മളങ്ങ്. അല്ല, അത് ശരിയാണ്. ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി ചിലപ്പോൾ അറിയില്ല. ഈ ഫുട്ബോൾ എന്താണ്, എങ്ങനെയാണ് കളിച്ചത്. നമുക്കൊന്നും അന്ന് കളിക്കാൻ പറ്റില്ല. അന്ന് 7s ആയിരുന്നു, 11s ഇല്ല. അന്ന് നെക്ലെസ് ബോളില്ല, ചുണ്ടുകൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് നെക്കുള്ള ബോൾ, ലേസ് കോക്കറിൽ കോക്കുക, സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആണി അടിച്ചിട്ടാണ്. ഇന്നതല്ല, ഇന്ന് വാർപ്പിലാന്ന് വരുന്നത് ഷൂ. അങ്ങനത്തെ കാലഘട്ടത്തിലേ ഉള്ളു. അപ്പോഴൊക്കെ നമ്മളെന്തായി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വയസ്സായിപ്പോയി. ഇനിയിപ്പോൾ എങ്ങനെയാണ് കളിക്കാൻ കഴിയാ? നിങ്ങൾ ഈ സമയത്തും ഇങ്ങനെ ഈ കളിക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ഫാനാണ്. കറക്റ്റ് ഫുട്ബോൾ ആകില്ല. പേര് ഞാൻ ചോദിക്കാൻ വിട്ടു. മുഹമ്മദ് CV, എടക്കാടാണ് എൻ്റെ സ്ഥലം. ഭാര്യ വീട് കണ്ണൂരാണ്, പയ്യാമ്പലത്താണ്. ഇപ്പം വീടെടുത്തത് മണൽ
ചാലാട് മണൽ വെട്ടക്കാട് മൊമ്മക്ക നിങ്ങൾ ഗംഭീരമാണ് നിങ്ങൾ കാരണം കണ്ണൂരിൽ ഇത്രയും ആവേശമുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും കളിയിലൊരു ആവേശമുണ്ട്. ആ ആവേശം നമ്മൾ ഗാലറിയിലും കാണുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ആളുകൾ എത്തുന്നത്, മത്സരം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗാലറി നിറഞ്ഞു കവിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.